അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാനൽ കാണിക്കുന്നത് നാളെ എൻ്റെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇച്ചു എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും അവനും തമ്മിൽ ഒരു 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവൻ ജനിച്ചപ്പം തൊട്ടേ ഒരു വഞ്ചിപ്പെട്ടിയിൽ പൈസയും അങ്ങനത്തെ എന്ത് സാധനം എൻ്റെ കയ്യിൽ എത്ര പൈസ കിട്ടിയാലും ഞാൻ അതിൻ്റെ തന്നെ കൊണ്ടിടും. കാരണം അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വഞ്ചിപ്പെട്ടി ഒന്ന് തുറന്ന് നോക്കാം, എത്ര എമൗണ്ട് ഉണ്ടെന്നൊന്ന് നോക്കാം. നമുക്ക് പോകാം. നമ്മുടെ ഇതാണ് വഞ്ചിപ്പെട്ടി. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ്. കുറേ എടുത്തിട്ടുണ്ട്. ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ചിലവരൊക്കെ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും തരുന്നതാണ്. ഞാൻ ഈ വഞ്ചിപ്പെട്ടി ഇടുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ അപ്പയോടൊക്കെ ചോദിച്ച് മേടിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ വഞ്ചിപ്പെട്ടി ഇട്ടോട്ടെ എന്ന് പറഞ്ഞാൽ ചോദിച്ച് മേടിക്കുകയൊക്കെ ചെയ്യും ഞാൻ. പിന്നെ എനിക്ക് തോന്നും ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിപ്പോൾ എന്തോ മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാൻ ഈ പൈസ എല്ലാം അപ്പടെ കൊടുക്കാൻ പോവാണ്. വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പൈസ എല്ലാം കൂടെ എൻ്റെ പപ്പടെ കൊടുക്കുകയാണ്. ഞാനും കൂടെ പോയി മേടിക്കാമെന്നായിരുന്നു. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് എല്ലാം നമ്മുടെ അപ്പയുടെ കൊടുക്കാം. നമുക്ക് ഗിഫ്റ്റ് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണോ അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ പറഞ്ഞു നിനക്കോടെ സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞു. എന്തോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണോ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പോലും അറിയത്തില്ല. നല്ല കട്ടിയുള്ള ഒരു സാധനം. അപ്പോൾ നമുക്ക് പിടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കാം. അപ്പൊ നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരുപോലെ ജീപ്പാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കളർ വേറെയാണ് പറഞ്ഞത്, പക്ഷെ ഇത്രയും നല്ല കളർ മേടിച്ചോണ്ട് വരുമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നല്ലൊരു കളർ. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. കൊച്ചിനെ വണ്ടി ഇതുവരെ കാണിച്ചിട്ടില്ല. നമുക്ക് ആദ്യം ഇച്ചുമോൻ എന്ത് ചെയ്യുന്നു നോക്കാം. ഇച്ചുമോൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്താണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. വണ്ടിയൊക്കെ ഓടിച്ചാണ് നടക്കുകയാണ്. അപ്പം നമുക്ക് ഇച്ചോനെ ഒന്ന് എടുക്കാം. ഇച്ചുകുട്ടോ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഒരു ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ് നമുക്ക് ഇച്ചോനെ അപ്പം നമുക്കൊന്ന് എടുക്കാം. ഇച്ചോനെ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് 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 എടുക്കണേ. ഹായ് ചേച്ചിക്ക് ഉമ്മതാ. ചേച്ചിക്ക് ഉമ്മ തന്നെ. ഉമ്മ തന്നെ. ഉമ്മതാ ചേച്ചിക്ക് ഉമ്മതാ. ചേച്ചിക്ക് ഉമ്മതാ. ചേച്ചിക്ക് ഉമ്മതാ. ചേച്ചിക്ക് ഉമ്മതാ. ഉമ്മ ചേച്ചിക്ക് ഉമ്മതാ. ഉമ്മ ഈ ഇച്ചവൻ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗിഫ്റ്റ് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് കണ്ടപ്പോഴേ കുഞ്ഞിതാ വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കാം. കുഞ്ഞിനെ ഇവിടെ ഇരിക്കാം. ഇരിക്കാൻ പറ്റില്ലയോ? അടി പിടിച്ചോണ്ട് നടക്കുമോ? ഇരിക്കും. വണ്ടി വെച്ചു. വണ്ടി ഓടിച്ചു. ഇച്ചോനെ അവള് വണ്ടി ഓടിക്കുവാനോ? ആണോ? വണ്ടി വെച്ചു.
നമ്മുടെ ബർത്ത്ഡേ പാർട്ടി വെച്ചിരിക്കുന്നത് വൈകിട്ടാണ്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതെ നരിപ്പൻ തലപ്പാവ് കുഞ്ഞുടുപ്പും നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഏറ്റവും ബർത്ത്ഡേ പാർട്ടിയുടെ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ്. പിന്നെ എന്താ പറയാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ സാധിക്കൂ. താങ്ക് യു. വീണ്ടും ഒരു ബിഗ് ബൈ.